Module 5 last topic Newton's interpolation ആണ്. ന്യൂട്ടൺസ് ഇൻ്റർപോളേഷനിൽ 2 പാർട്സ് ആണുള്ളത്. ഒന്ന് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. ന്യൂട്ടൺസ് ഇൻ്റർപോളേഷൻ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് വരുമ്പോഴാണ്. പിന്നെ ക്വസ്റ്റ്യൻ ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ന്യൂട്ടൺസ് ഇൻ്റർപോളേഷൻ. നമുക്ക് ആ ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, സ്പെസിഫിക് വാല്യൂവിൻ്റെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ഇനി അതർ ഡാറ്റയോ ആണ് കാണേണ്ടതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ നമ്മൾ ന്യൂട്ടൺസ് ഇൻ്റർപോളേഷൻ ഉപയോഗിക്കുന്നു. സോ അതിൽ ഫസ്റ്റ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലേൻ്റെ ഇക്വേഷനാണ് എഫ് ഓഫ് എ പ്ലസ് എച്ച് യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് പ്ലസ് യു ഇൻറ്റു ഡെൽറ്റയാണിത്. ഓക്കെ, ഡെൽറ്റ ഒരു ഓപ്പറേറ്ററാണ്. ഡെൽറ്റ എഫ് ഓഫ് എച്ച് ഒരു സബ്ട്രാക്റ്റിംഗ് ഓപ്പറേറ്ററാണ്. ഓക്കെ, ഡെൽറ്റ ഡിഫറൻസിൻ്റെ ഓപ്പറേറ്ററാണ് ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ എഫ് ഓഫ് എച്ച് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് u into u minus 1 into delta square f of x by 2 factorial plus u into u minus 1 into u minus 2 into delta cube f of x by 3 factorial. Then this that is the f of a plus hu എന്നുള്ളതിൽ എ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് വാല്യൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് ബേസ് വാല്യൂ. നമ്മൾ കൺസിഡർ ബേസ് വാല്യൂ മീൻസ് നമുക്ക് തന്ന ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും. അതിൽ എക്സിൽ ഫസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഏത് എക്സിൽ നിന്നാണ് നമ്മൾ ഇൻ്റർപോളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻ്റർപോളേഷൻ ഫൈൻ ചെയ്യാനുള്ള ഫസ്റ്റ് എക്സ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണോ അതായിരിക്കും ബേസ് വാല്യൂ. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ആ എക്സ് ഈക്വൽ ഇൻ്റർവെൽസ് ആണെന്ന് നമുക്കറിയാം. ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആണ്. ആ ഇൻ്റർവെൽ എത്രയാണെന്നാണ് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then ഒരു യൂസ്ഫുൾ ഫോർമുല ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയിലാണ് ഡെൽറ്റ എഫ് ഓഫ് എക്സ്. അതായത് ഡെൽറ്റ എഫ് ഓഫ് എക്സ്, ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ്, ഡെൽറ്റ ക്യൂബ് എഫ് ഓഫ് എക്സ് ഒക്കെ കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ സബ്ട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഒരു പ്രോബ്ലം എക്സാമ്പിളായി ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല സെയിം തന്നെയാണ്, കൺസെപ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ അതിൽ ഡെൽറ്റയ്ക്ക് പകരം നെബ്ല എന്നുള്ള സിമ്പിളാണ് വരുന്നത്. ഓപ്പറേറ്റർ നെബ്ലയാണ്. ഓക്കെ, നെബ്ല എഫ് ഓഫ് എക്സ്, നെബ്ല സ്ക്വയർ എഫ് ഓഫ് എക്സ്, നെബ്ല ക്യൂബ് എഫ് ഓഫ് എക്സ് ആണ്. ദെൻ ഒരു ചേഞ്ച് ഉള്ളത് യു മൈനസ് 1 ആണ്. യു ഇൻറ്റു യു മൈനസ് 1, യു മൈനസ് 2 അങ്ങനെ ആ ഒരു മൂവ്മെൻ്റാണ് ഫോർവേഡിൽ കാണുന്നത്. ബാക്ക്വേഡിലാകുമ്പോൾ യു ഇൻറ്റു യു പ്ലസ് 1, യു പ്ലസ് 1 ഇൻറ്റു യു പ്ലസ് 2, യു പ്ലസ് 1 ഇൻറ്റു യു പ്ലസ് 2 ഇൻറ്റു യു പ്ലസ് 3. ആ ഒരു ഡിഫറൻസ് മാത്രം. നെബ്ല ആൻഡ് യു പ്ലസ് 1 പ്ലസ് 2ൻ്റെ ഡിഫറൻസ് ആണ് ഫോർവേഡും ബാക്ക്വേർഡും ഡിഫറൻസ് ഫോർമുലാസ് തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെ. എ എന്ന് പറയുന്നത് ബേസ്, എച്ച് എന്ന് പറയുന്നത് ഇൻ്റർവെൽ ആൻഡ് നെബ്ല എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ വേറെയാണ്, എഫ് ഓഫ് എക്സ് മൈനസ് എച്ച്. ഓക്കെ, ബാക്ക്വേർഡ് എന്ന് പറയുന്ന ആ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റ എന്ന് പറയുന്നത് ഒരു 1 to 10 വരെ ഉണ്ട്. അതായത് ഇപ്പോൾ 2, 4, 6, 8, 10 അങ്ങനെ 20 വരെ ഉള്ളൊരു ഡാറ്റയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 to 4 അല്ലെങ്കിൽ 2 to 8 എന്നുള്ള എക്സ് വാല്യൂസ്, 2 to 8 എക്സ് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആണ് 2, 4, 6, 8. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഇപ്പോൾ ഒരു 5ഓ അല്ലെങ്കിൽ 3ഓ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂസിൻ്റെ ഇനി ഫ്രീക്വൻസി കാണാനാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മൾ ഫോർവേഡ് യൂസ് ചെയ്യും, കാരണം സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട്. ബാക്ക്വേർഡ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിലൊരു 9ൻ്റെ ഫ്രീക്വൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുക. 9 അതായത് 9ഓ അല്ലെങ്കിൽ 19 20 വരെയുള്ള ഡാറ്റയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ 19ൻ്റെ ഡാറ്റയാണ് കാണാൻ. 19 ടേബിളിലില്ല. ഓക്കെ, ഈവൻ നമ്പേഴ്സ് മാത്രമേ ടേബിളുള്ളൂ. അപ്പോൾ 19ൻ്റെ ഡാറ്റ കാണാൻ ഉള്ളൊരു കേസാണെങ്കിൽ ആ 19ൻ്റെ
നമ്മൾ ബാക്ക് ഏറ്റവും ലോവർ വാല്യൂ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലോവർ പോർഷൻ ഓഫ് ദ ടേബിളിൽ നിന്നാണ് ഇൻ്റർപോളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യുന്ന കേസ് ഒരു പ്രോബ്ലത്തിൽ പറയാം. സോ നമുക്കുള്ള ഫസ്റ്റ് പ്രോബ്ലമാണ് എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ ഇൻ 1895 ആൻഡ് 1925 ഫ്രം ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്സ്. സിമ്പിൾ പ്രോബ്ലമാണ്. സോ ദ ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഈക്വലി സ്പേസ് ഇൻ്റർവൽസ് ആയിട്ടുള്ള ഇയർ ആണ്. 1891, 1901, 1911, 1921, 1931. And the population thousands, 46,000, 66,000, 81,000, 93,000 and 10,100. Okay, 101, sorry, 1,01,000 ആയിരിക്കും. ഓക്കെ, 101. അപ്പോൾ ഈ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. ഓക്കെ, 1891 46 ആണ്, 1901 66, 1911 81, 1921 93, 1931 101. പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ്. സോ നമുക്ക് ഇതിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് 1895ലെയും 1925ലെയും പോപ്പുലേഷൻ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഇതിൽ നമുക്ക് ഈക്വലി സ്പേസ് ഇൻ്റർവൽസ് ഓഫ് 10 ആണ് നമുക്ക് എക്സ് വാല്യൂസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോബ്ലം ഇൻ്റർപോളേഷൻ, അതായത് ന്യൂട്ടൺസ് ഇൻ്റർപോളേഷനിൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ്, ഡെൽറ്റ എഫ് ഓഫ് എക്സ് വാല്യൂസ് വെച്ചിട്ടാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ ഫോർവേഡ് ആയാലും ബാക്ക്വേഡ് ആയാലും ഒക്കെ സെയിം ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇക്വേഷൻ ഫോർമുല എഴുതുമ്പോൾ ഡെൽറ്റയ്ക്ക് പകരം നെബ്ല ബാക്ക്വേർഡിൽ യൂസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ എക്സ് വാല്യൂസ് ആണ് നമുക്ക് തന്ന ഇയർ വാല്യൂസ് ആൻഡ് എഫ് ഓഫ് എക്സ് വാല്യൂസ് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് കറസ്പോണ്ടിങ് ഇയേഴ്സ് പോപ്പുലേഷൻ ഫ്രീക്വൻസി. ദെൻ ഡെൽറ്റ എഫ് ഓഫ് എക്സ്. ഡെൽറ്റ എഫ് ഓഫ് എക്സ് ജസ്റ്റ് ഒരു ഡിഫറൻസ് ഓപ്പറേറ്ററാണ് ഡെൽറ്റ. അതിൻ്റെ ഡിഫറൻസ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഡെൽറ്റേൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് 66. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് 46. 66 മൈനസ് 46 20. 81 മൈനസ് 66 15. 93 മൈനസ് 81 12. 101 മൈനസ് 93 8. സെയിം ഇതിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് കഴിഞ്ഞാൽ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 15 മൈനസ് 20 മൈനസ് 5. 12 മൈനസ് 15 മൈനസ് 3. 8 മൈനസ് 12 മൈനസ് 4. ഇനിയും പോകാം. അതായത് ഇനി നമുക്ക് ഡെൽറ്റ വാല്യൂസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ -3 മൈനസ് -5 2 -4 മൈനസ് -3 -1 ആൻഡ് ലാസ്റ്റ് വൺ -1 -2 -3. സോ ഇനി നമുക്ക് ഡെൽറ്റ വാല്യൂസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ 4 എഫ് ഓഫ് എക്സ് വരെ നമ്മൾ ഫൈൻഡ് ചെയ്തു, ടേബിൾ ക്രിയേറ്റ് ചെയ്ത് സെറ്റായി. ഇനിയുള്ളത് സോൾവിങ് പോപ്പുലേഷൻ ഇൻ 1895. സോ 1895 എന്ന് പറയുന്ന ഇയർ നമുക്ക് ടേബിളിൽ ടോപ്പ് വാല്യൂസിലുള്ളതാണ്. അതായത് ഇൻ ബിറ്റ്വീൻ 1901 ആൻഡ് 1901 ാണ് 1895 എന്ന് പറഞ്ഞാൽ. അപ്പോൾ സോ നമ്മൾ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ പോകും, ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർവേഡ് വെച്ചിട്ടാണ് 1895 പോപ്പുലേഷൻ കാണുന്നത്. ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല നമ്മൾ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഫോർമുല എഴുതി. ഇനി നമുക്ക് ആവശ്യമുള്ള, അതായത് ഇതിൽ ആവശ്യമുള്ള യു എന്ന് പറയുന്നത് ഡെൽറ്റ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് യു മാത്രമാണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് 46. സോ ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എ പ്ലസ് എച്ച് യു എന്ന് പറയുന്നതാണ് നമുക്ക് 1895 എഫ് ഓഫ്
എ പ്ലസ് എച്ച് യുവിൻ്റെ എഫ് ഓഫ് എ പ്ലസ് എച്ച് യു ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ എ പ്ലസ് എച്ച് യു എന്ന് പറയുന്നത് 1895 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യേണ്ട വാല്യൂ, ഫൈൻഡ് ചെയ്യേണ്ട ഇയറുള്ള പോപ്പുലേഷനാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1891 നിന്നാണ്. നമ്മൾ ഫോർവേഡ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാല്യൂ ഓഫ് എക്സ് 1891, അതായത് എ 1891 ആൻഡ് എച്ച് ദ ഇൻ്റർവെൽ 10 ഇൻ്റർവെല്ലാണ് പോകുന്നതെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇക്വേഷൻ എ പ്ലസ് എച്ച് യു എന്ന് പറഞ്ഞാൽ 1891 പ്ലസ് 10 യു ഇസ് ഈക്വൽ ടു 1895, 10 യു ഇസ് ഈക്വൽ ടു 4 ആൻഡ് യു ഇസ് 4/10 ഇപ്പോൾ യു ഇസ് ഈക്വൽ ടു 0.4 കിട്ടും നമുക്ക്. ദെൻ ഡെൽറ്റ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബാക്കി നമുക്ക് ടേബിളിലുള്ള വാല്യൂസാണ്, കറക്റ്റ് ടേബിളിലുള്ള വാല്യൂസാണ്. 20 -5 2 ആൻഡ് -3. ഓക്കെ, ടേബിളിലെ ഡയറക്റ്റ് വാല്യൂസാണ് നമ്മൾ എഴുതുന്നത്. ദെൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 46 ആണ്, ടേബിളിലുണ്ട്. യു ഇസ് ഈക്വൽ ടു 0.4 നമ്മൾ ഫൈൻഡ് ചെയ്ത വാല്യൂ. സോൾവ് ദി ഇക്വേഷൻ വിത്ത് എബവ് വാല്യൂസ് ഒബ്റ്റെയിൻഡ്. സോ നമ്മൾ ആ വാല്യൂസ് ജസ്റ്റ് നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം. കാൽക്കുലേഷൻ കറക്റ്റായി കഴിയുമ്പോൾ ഏകദേശം 54.8528 കിട്ടും. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 55 പോപ്പുലേഷൻ ആ നമ്പർ ഫ്രീക്വൻസി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ ദ ഇയർ 1925 എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിൾ റെഫർ ചെയ്യുക. 1925 എന്ന് പറയുമ്പോൾ 1921 ആൻഡ് 1931 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇയർ ആണ്. അതിൻ്റെ ഫ്രീക്വൻസി കാണാനായിട്ട് നമ്മൾ ബാക്ക്വേർഡ് ഉപയോഗിക്കണം. ബാക്ക്വേർഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഇതായിരിക്കും ബേസ് വാല്യൂ ഓഫ് എച്ച്, ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു 1931 ആൻഡ് എച്ച് ഈസ് ഓൾവേസ് 10. ദെൻ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല വെച്ച് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ ഓക്കെ ഈ വാല്യൂസാണ് യൂസ് ചെയ്യുന്നത്, ദീസ് വാല്യൂസ്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഫോർമുല എഴുതി, ബാക്ക്വേർഡ് ഫോർമുല എ 1931 ഞാൻ പറഞ്ഞ പോലെ എച്ച് ഇസ് ഈക്വൽ ടു 10 ആൻഡ് 1931 പ്ലസ് 10 യു ഇസ് ഈക്വൽ ടു 1925. ഫോർവേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ മെത്തേഡ് തന്നെ യു ഇസ് ഈക്വൽ ടു -0.6 കിട്ടും. ആൻഡ് nebula of f of x is equal to 8, nebula square f of x is equal to -4, nebula cube f of x is equal to -1, nebula raised to 4 f of x is equal to -3. നമുക്ക് ടേബിളിലുള്ള വാല്യൂസ് ആണ്. f of x is equal to 101, u is equal to -0.6. substitute in equation we will get an answer. okay, ആൻസർ എത്രയാണ് ഫൈൻഡ് ചെയ്യണം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ലോവസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ y of x that fit the data, also find y of 5. ഓക്കെ, ഈ ഡാറ്റ എന്ന് പറയുന്നത് നമുക്കൊരു ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആണ് 0, 2, 4, 6, 8. y എന്ന് പറയുന്നത് 5, 9, 61, 209, 501 ഫ്രീക്വൻസി വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിളിൽ എക്സ് വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്തു. എഫ് ഓഫ് എക്സ് ആണ് y വാല്യൂസ്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 5, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 9, അങ്ങനെ 5, 9, 61, 209, 501 റെപ്രസെൻറ്റ് ചെയ്തു. ഡെൽറ്റ എഫ് ഓഫ് എക്സ് 9 - 5 4, 61 - 9 52, 209 - 61 148, 501 - 209 292. സെയിം പ്രൊസീജിയർ del സ്ക്വയർ എഫ് ഓഫ് എക്സ്, del ക്യൂബ് എഫ് ഓഫ് എക്സ്, del raised to 4 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി, നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ബിക്കോസ് y of 5 ആണ്. y of 5 എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ബാക്ക്വേർഡ് ആയാലും ഫോർവേഡ് ആയാലും ഏത് മെത്തേഡിലും ചെയ്യാം. ഇതിൽ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത് നമ്മൾ. സോ അതിൽ ഇക്വേഷൻ ഓഫ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എഴുതി. ദെൻ സിംപ്ലി അതിൻ്റെ വാല്യൂസ് എ പ്ലസ് എച്ച് യു ഇസ് ഈക്വൽ ടു എച്ച്, എ ഇസ് ഈക്വൽ ടു 0 ആണ്.
we know that a is equal to 0 as forward ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ബേസ് ഫസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ആണ് 0 ആണ്. then f of h is equal to 5 h is equal to 2, 0 plus 2 u is equal to h and u is equal to h by 2, u is equal to h by 2 നമുക്ക് ഫൈൻഡ് ചെയ്തു. എഫ് ഓഫ് എച്ച് 5 ആണ്. ഇതൊക്കെ ടേബിളിലുള്ള അതേ വാല്യൂസ് ആണ്, സെയിം വാല്യൂസ്. ഓക്കെ, എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 5 പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു 4. ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡെൽ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 4 ആണ്. സോ എച്ച് ബൈ 2 ഇൻറ്റു എച്ച് ബൈ 2 മൈനസ് 1 ഇൻറ്റു 48 ബൈ 2 ഫാക്ടോറിയൽ എച്ച് ബൈ 2 ഇൻറ്റു എച്ച് ബൈ 2 മൈനസ് 1 ഇൻറ്റു എച്ച് ബൈ 2 മൈനസ് 2 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഓക്കെ, ആൻഡ് ഈ ഇക്വേഷൻ നമ്മൾ ഈ കംപ്ലീറ്റ് എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ക്യൂബ് മൈനസ് 2h പ്ലസ് 5 എന്ന് കിട്ടും. എഫ് ഓഫ് എച്ച് ഓർ വൈ ഓഫ് എച്ച് എന്നതിന് വൈ എന്ന് പറയാം. ഓക്കെ, നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്ന വൈ ആണ്. സോ വൈ ഓഫ് എച്ച് ആണത്. ഓക്കെ, ദെൻ നമുക്ക് ആ ഇക്വേഷൻ കിട്ടി. ദെൻ ജസ്റ്റ് ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാല്യൂസ് അതായത് 120 കിട്ടും. ഓക്കെ, വൈ ഓഫ് 5 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വൈ ഓഫ് 5 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഫ് ഓഫ് എച്ച് ഓക്കെ, എഫ് ഓഫ് എച്ച് നമ്മൾ ഫൈൻഡ് ചെയ്തു. സോ വൈ ഓഫ് 5 ഇസ് ഈക്വൽ ടു ഗിവൺ ഫൈൻഡ് ചെയ്ത ഇൻ്റർപോളേഷൻ ഇക്വേഷനിലേക്ക് നമ്മൾ ജസ്റ്റ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 120 കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തത്. ഇപ്പോൾ 2 പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തത്. ഇതാണ് മൊഡ്യൂൾ 5 ലാസ്റ്റ് ടോപ്പിക്, ന്യൂട്ടൺസ് ഇൻ്റർപോളേഷൻ.